2011 ബ്ലൂംബർഗ് ചാനലിൽ ഇലോൺ മസ്കുമായി ഇന്റർവ്യൂ നടക്കുകയായിരുന്നു. ആയിടെ BYD ഇലക്ട്രിക് കാറുകളുടെ ഡിസ്പ്ലേ US നടത്തിയിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചൈനയിൽ നിന്നുള്ള ഈ കാർ നിങ്ങൾക്ക് എതിരാളിയാവുമോ എന്ന ചോദ്യം വരുന്നത്. അത് കേട്ടതും മസ്ക് ചിരിച്ചു. ചിരി നിർത്താൻ കഴിയാത്ത മസ്കിനോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഇന്റർവ്യൂയുടെ ചോദ്യം. പക്ഷെ ഒന്ന് ചിരിച്ച് മസ്ക് തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ അവരുടെ ആ കാറ് കണ്ടിട്ടുണ്ടോ? അന്ന് BYD നോക്കി കളിയാക്കി ചിരിച്ച മസ്ക് അതേ മസ്കിന്റെ ടെസ്ലയെയും മറികടന്ന് ഇന്ന് BYD ഇലക്ട്രിക് കാർ വിപണിയിൽ ലോകത്തെ ഒന്നാമനായി. എന്ന് മാത്രമല്ല, BYDയുടെ ബ്ലേഡ് ബാറ്ററിയാണ് ടെസ്ലയിലും യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതാണ് വൈരുദ്ധ്യം. ചൈന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയെ പറ്റി പലർക്കുമുള്ള കൺസേൺ അല്ലെങ്കിൽ പുച്ഛം അതുതന്നെയായിരിക്കും BYDയെ കുറിച്ച് മസ്കിനും തോന്നിയത്. വാങ് ഷുവാൻഫു എന്ന ഒരു ബാറ്ററി കമ്പനിക്കാരൻ, അയാൾ വന്ന് കോപ്പി കാറ്റ് കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിൽ കൂടുതലൊന്നും മസ്ക് എന്നല്ല മറ്റൊരു കാർ കമ്പനി ഉടമകൾക്കും തോന്നിയില്ല. പക്ഷെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് തോൽക്കാൻ തയ്യാറാവുന്ന ആളായിരുന്നില്ല വാങ്. അതും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. വന്ന പോലെ പോകുമെന്ന് കരുതിയിരുന്നിടത്തു നിന്നാണ് BYD ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായി ഉയരുന്നത്. അത് പക്ഷേ അങ്ങനെയൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ സംഭവിച്ചതുമല്ല. പട്ടിണിയിൽ നിന്നുകൊണ്ടാണ് വാങ് ഷുവാൻഫു എന്ന കുട്ടി സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാമ്രാജ്യമോ സ്പോട്ട്ലൈറ്റുകളോ ഒന്നും അവന് പിന്നിലുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അവന് വേണ്ടി ജീവനും കളയാൻ തയ്യാറായ ഒരു സഹോദരൻ മാത്രം. ചൈനയിലെ ആൻഹുയിലായിരുന്നു വാങ് ഷുവാൻഫുവിന്റെ ജനനം. അമ്മ സാധാരണ ഒരു കർഷക തൊഴിലാളിയായിരുന്നു. അച്ഛനൊരു മരപ്പണിക്കാരനും. 8 മക്കളായിരുന്നു ആ കുടുംബത്തിൽ. മിക്കപ്പോഴും പട്ടിണിയായിരിക്കും. എങ്കിലും കഠിനാധ്വാനം ചെയ്യുന്ന സത്യസന്ധതയുള്ള മനുഷ്യരായിരിക്കാനാണ് ആ അച്ഛനും അമ്മയും എന്നും മക്കളെ പഠിപ്പിച്ചിരുന്നതെന്ന് വാങ് തന്നെ പറയാറുണ്ട്. വാങ്ങിന് 13 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ലിവർ ക്യാൻസർ വന്ന് മരിക്കുന്നത്. അതോടെ കുടുംബത്തിന്റെ അവസ്ഥ കൂടുതൽ പ്രശ്നത്തിലാവുന്നുണ്ട്. 5 മൂത്ത സഹോദരിമാരാണ്. അവരെല്ലാവരും ഏറെക്കുറെ വിവാഹപ്രായമെത്തിയിരിക്കുകയാണ്. അവരെ വിവാഹം ചെയ്തയക്കണം, അമ്മയെ സഹായിക്കണം, കുടുംബം നോക്കണം. അങ്ങനെ വാങ്ങിന്റെ മൂത്ത സഹോദരൻ 18ാമത്തെ വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങുന്നു. കയ്യിൽ പണമില്ലാത്തതിനാൽ ഈ വാങ്ങിന് ഒരു ഇളയ സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയെ അനാഥാലയത്തിലേക്ക് ആക്കുകയാണ്. കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളും അനുജത്തിയുടെ വേർപിരിയലും എല്ലാം വാങ്ങിനെ വല്ലാതെ സങ്കടത്തിലാക്കുന്നു. നന്നായി പഠിക്കുമായിരുന്ന വാങ് ഷുവാൻഫുവിനെ എങ്ങനെയും പഠിപ്പിക്കാൻ തന്നെയായിരുന്നു സഹോദരന്റെ തീരുമാനം. വൊക്കേഷണൽ ഹൈസ്കൂളിൽ ചേരാനായിരുന്നു വാങ്ങിന്റെ ശ്രമം. കാരണം പഠനം കഴിഞ്ഞാൽ സർക്കാർ ജോലി ഉൾപ്പെടെ കിട്ടും. അങ്ങനെ കുടുംബത്തെ നോക്കാം. അതിനായുള്ള ശ്രമത്തിലായിരുന്നു അവൻ. എന്നാൽ അച്ഛൻ മരിച്ച് 2 വർഷം കഴിഞ്ഞില്ല. അപ്പോഴേക്കും അമ്മയും അവരെ വിട്ട് പോകുന്നു. വാങ് സ്കൂൾ ഗ്രാജുവേഷൻ എക്സാം എഴുതുന്നതിനിടെയാണ് ആ മരണവാർത്ത അറിയുന്നത്. പാതി എഴുതിയ ഉത്തരപേപ്പർ അവിടെ ഉപേക്ഷിച്ച് അവൻ വീട്ടിലേക്ക് ഓടി. അമ്മയുടെ അടുത്തേക്ക് എത്താനായി കിതച്ചോടുന്ന അവന് മുന്നിൽ വൊക്കേഷണൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വാതിലുകളും അടയുകയായിരുന്നു. അവൻ സാധാരണ വിദ്യാഭ്യാസം തുടർന്നു. അതിനിടെ വാങ്ങിന്റെ സഹോദരൻ വിവാഹം കഴിച്ച് താമസം മാറുന്നു. അവർക്ക് ഒരു ബാധ്യത ആവണ്ട എന്ന് കരുതി വാങ് സ്കൂൾ ഉപേക്ഷിച്ച് ജോലി അന്വേഷിച്ചിറങ്ങി. എന്നാൽ ഇക്കാര്യം അറിഞ്ഞ സഹോദരനും ഭാര്യയും വാങ്ങിനോട് ദേഷ്യപ്പെടുകയായിരുന്നു. അന്ന് മുതൽ എല്ലാ ആഴ്ചയും വാങ്ങിനുള്ള പഠന ചെലവുകൾ ഉൾപ്പെടെ എത്തിച്ചു നൽകിയിരുന്നത് സഹോദരന്റെ ഭാര്യയാണ്. പലപ്പോഴും കടം വാങ്ങിയും പിന്നെ ആഭരണങ്ങളുള്ളത് പണയപ്പെടുത്തിയും വരെ അവർ പണം എത്തിക്കും. എത്ര കഷ്ടപ്പെട്ടാലും വാങ്ങിന്റെ ഒരു കാര്യത്തിനും അവർ മുടക്കം വരുത്തിയതേയില്ല. ഈ സഹോദരനും ഭാര്യയും ഇപ്പോഴും വാങ്ങിനൊപ്പമാണ് താമസിക്കുന്നത്. 1983 മെറ്റലർജിക്കൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ സെൻട്രൽ സൗത്ത് യൂണിവേഴ്സിറ്റിയിൽ വാങ്ങിന് അഡ്മിഷൻ കിട്ടുന്നു. അതായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേൺ. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് വാങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നുണ്ട്. അതിനൊപ്പം അദ്ദേഹത്തിന് ഡാൻസ് മാസ്റ്റർ എന്ന ടൈറ്റിലും ക്യാമ്പസിൽ നിന്ന് കിട്ടി. പഠനത്തോടൊപ്പം ചെറിയ ജോലികളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ എത്തി. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നതിനിടെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചേർന്നുള്ള ഒരു സ്ഥാപനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി വാങ്ങിന് ജോലി കിട്ടുന്നത്. പിന്നീട് അവിടെ നിന്ന് ബാറ്ററികൾ ഉണ്ടാക്കുന്ന മറ്റൊരു കമ്പനിയിൽ ജനറൽ മാനേജറായി പോകുന്നു. ആ ഇടയ്ക്കാണ് വാങ് ഒരു ആർട്ടിക്കിൾ വായിക്കുന്നത്, ജപ്പാൻ നിക്കൽ കാഡ്മിയം ബാറ്ററികൾ ഉപേക്ഷിക്കുന്നുവെന്ന്. അപ്പോൾ തന്നെ അതിലൊരു ഭാവിയുണ്ടെന്ന് മനസ്സിലാക്കി വാങ് പ്രപ്പോസൽ വയ്ക്കുന്നു. എന്നാൽ അയാളുടെ ആ ഐഡിയ റിജക്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ തനിക്ക് ചിലത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്ന വാങ് ജോലി രാജിവെച്ച് സ്വന്തമായി ബാറ്ററി കമ്പനി തുടങ്ങാൻ ഇറങ്ങുന്നു. സ്വന്തമായി ബാറ്ററി കമ്പനി തുടങ്ങാനൊക്കെ ഇറങ്ങിയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കയ്യിൽ പൈസയില്ല. പല ബാങ്കുകളിലും ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തും എല്ലാം ചെന്ന് നോക്കിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു കസിനാണ് വാങ്ങിന്റെ സഹായത്തിനെത്തുന്നത്. അദ്ദേഹം 2.5 മില്യൺ യുവാൻ വാങ്ങിന് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടും പണം ഇറക്കാൻ തയ്യാറായി. അങ്ങനെ 1994 നവംബർ 18 യാഡി ഇലക്ട്രോണിക്സ് തുറക്കുന്നു. അതായിരുന്നു തുടക്കം. ഷെൻജിൻ മെറ്റലർജിക്കൽ അക്കാദമിയുടെ മോഡസ്റ്റ് വർക്ക്ഷോപ്പിലായിരുന്നു തുടക്കം. യാഡി എന്നത് ആ റോഡിന്റെ പേരായിരുന്നു. പിന്നെ അത് യാഡി ആവുന്നു. അതിൽ നിന്നാണ് BYD ആവുന്നത്. തുടക്കം വളരെ മോശമായിരുന്നു. പണമില്ലാത്തതിനാൽ 20 തൊഴിലാളികളും വാങ്ങും ആ വർക്ക്ഷോപ്പിൽ തന്നെ കിടന്നുറങ്ങും. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് കൃത്യമായ നിശ്ചയമില്ലായിരുന്നു.
എതിരാളികളുടെ ബാറ്ററി റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തും അവരുടെ പേറ്റന്റ് ആപ്ലിക്കേഷനുകൾ പഠിച്ചുമെല്ലാം BYD സ്വന്തം ബാറ്ററി ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ വലിയ മിഷനറി വാങ്ങാനുള്ള പണമൊന്നും വാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ ലൈൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? വാങ് കണക്കൂട്ടലുകൾ നടത്തി. ചൈനയിലാണെങ്കിൽ അന്ന് തൊഴിലില്ലാതെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് പേർ, ലേബർ ഫോഴ്സ്, അത് കോസ്റ്റ് എഫക്റ്റീവാണ്. ലേബർ ഫോഴ്സിനെ വയ്ക്കുക എന്ന് മാത്രമല്ല, വാങ് തന്നെ സ്വന്തം മിഷൻസും ഉണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം 4000 നിക്കൽ കാഡ്മിയം ബാറ്ററികൾ ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ ലൈൻ $1 മില്യൺ കൊണ്ട് വാങ് സാധ്യമാക്കുന്നു. വാങ് വിചാരിച്ചതുപോലെ തന്നെ അത് വിജയമായി. ചൈനയിലെ ഇലക്ട്രോണിക്സ് ബൂം അത് വാങ്ങിന് വളരെ സഹായമായി. 1997 തന്നെ BYD ചൈനയിലെ ലാർജസ്റ്റ് ബാറ്ററി ഉൽപ്പാദകരായി മാറുന്നു. പക്ഷെ പ്രശ്നം പിന്നെയും ഉണ്ടായി. ചൈനയിൽ മാർക്കറ്റായി, പക്ഷേ വളർച്ച വേണമെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് പിടിക്കണം. പക്ഷെ ചൈനയിൽ നിന്ന് വരുന്ന BYDയെ ആരും അത്ര ട്രസ്റ്റ് ചെയ്യുന്നില്ല, വാങ്ങാൻ തയ്യാറാവുന്നില്ല. പക്ഷെ വാങ് ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ടോപ്പ് സെയിൽസ് മാനേജറായ സ്റ്റെല്ല ലീയെ ക്ലയൻസിനടുത്തേക്ക് അയച്ചു. ആദ്യം അപ്രോച്ച് ചെയ്ത് മോട്ടറോള. ആദ്യമൊന്നും താല്പര്യം കാണിച്ചില്ലെങ്കിലും പിന്നെ അവർ സ്റ്റെല്ലയോട് സമ്മതം പറയുന്നു. അതായിരുന്നു വേറൊരു ടെസ്റ്റ്. പിന്നീട് നോക്കിയ, മോട്ടറോള തുടങ്ങി അന്നത്തെ പല ഫോണുകളിലും BYD ബാറ്ററികളാണ് ഉപയോഗിച്ചിരുന്നത്. ബാറ്ററിക്ക് പുറമെ ഫോൺ പാർട്സുകൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ BYD ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കുതിച്ചു കയറി. 2003 BYD ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കും എത്തുന്നുണ്ട്. അതേ വർഷം തന്നെ BYD ജപ്പാന്റെ സാനിയോയും കടത്തിവെട്ടി മുന്നേറി. അങ്ങനെ ചൈനയിൽ വളർന്ന ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാറ്ററി ഉൽപ്പാദകരായി മാറുന്നു. BYDയുടെ വിജയം അവിടെ നിർത്താൻ ഒരുക്കമല്ലായിരുന്നു വാങ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അതിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ വാങ് തീരുമാനിക്കുന്നു. കാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത, സ്വന്തമായി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ലാത്ത വാങ് കാർ ഉണ്ടാക്കാൻ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഇതോർത്ത് ഇൻവെസ്റ്റേഴ്സും ഷെയർ ഹോൾഡേഴ്സിനുമെല്ലാം വാവിളിച്ചു. ഇൻവെസ്റ്റേഴ്സ് വാങ്ങിന് മുന്നറിയിപ്പ് നൽകി. പക്ഷെ ആരും പറയുന്നത് കേൾക്കാതെ വാങ് അതങ്ങ് നടപ്പാക്കി. ചൈന സർക്കാരിന്റെ ജപ്തിയായി കിടക്കുന്ന കിൻഷിൻ ഓട്ടോമൊബൈൽസിന്റെ 77% ഷെയർ $270 മില്യൺ കൊടുത്ത് വാങ് വാങ്ങും. പക്ഷെ തിരിച്ചടി വന്നു. ഷെയർ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു. 2 ദിവസം കൊണ്ട് $2.7 ബില്യൺ ഹോങ്കോങ് ഡോളേഴ്സാണ് ഒലിച്ചുപോയത്. ഈ കിൻഷിൻ ഓട്ടോമൊബൈൽസ് വിപണിയിൽ വിലക്കുറവുള്ള ഫ്ലെയർ എന്നൊരു കാർ അക്കാലത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. വാങ് അത് വിൽക്കുന്നതിനൊപ്പം സ്വന്തമായി കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. ആദ്യം സാധാരണ പെട്രോൾ കാർ തന്നെ. ഫ്ലെയറിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയൊരു മോഡലായിരുന്നു ആദ്യം. എന്നാൽ അത് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. കണ്ടാൽ ഫെമിലിയർ ആയി തോന്നുന്ന ഡിസൈൻ ഉണ്ടാക്കാനായിരുന്നു പിന്നീട് ശ്രമം. 2005 BYD F3 ലോഞ്ച് ചെയ്തു. ടൊയോട്ട കൊറോളയുമായി അതീവ സാമ്യം ഉണ്ടായിരുന്നു ആ കാറിന്. അത് പലരും വിമർശിച്ചു. പക്ഷേ വാങ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? മുമ്പ് ബാറ്ററി ഉണ്ടാക്കാൻ തൊഴിലാളികളെ നിർത്തിയതുപോലെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി കാർ നിർമ്മാണത്തിൽ. അതോടെ കൊറോളയേക്കാൾ പാതി പൈസയിൽ കാർ വിൽക്കാനായി. പിന്നെ വാങ്ങുന്നവരുടെ തിക്കും തിരക്കുമായിരുന്നു. 1 ലക്ഷം കാറുകളാണ് വിറ്റുപോയത്. പിന്നെ F3R-ഉം F6-ഉം എല്ലാം ഇറങ്ങി. പല കാറുകളുമായും സാമ്യമുള്ള കാറുകൾ, പ്രത്യേകിച്ച് ടൊയോട്ടയോട്. പക്ഷേ ഒരു വിധത്തിൽ എല്ലാം താരതമ്യേന വിജയം തന്നെയായിരുന്നു. 2007 ഓഗസ്റ്റിൽ പിങ്ഷാം ബേസിൽ BYD ഓപ്പൺ ചെയ്യുന്നു. തൊഴിലാളികൾക്കുള്ള ഹൗസിംഗ് ഏരിയയും റെസ്റ്റോറൻറ്റും ഉൾപ്പെടെയുള്ള ഏരിയ. വാങ്ങും അവർക്കൊപ്പം അവരിൽ ഒരാളായി അവിടെ കഴിഞ്ഞു. അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇതിനെക്കുറിച്ച് CNN-ന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കമ്പനിയുടെ ചെയർമാനായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും, സംസാരിക്കും, ഭക്ഷണം കഴിക്കും. പിങ്ഷാം ബേസിൽ ഫാക്ടറി തുറന്നപ്പോൾ വാങ് തന്റെ ലക്ഷ്യം മാധ്യമങ്ങളുടെയും എംപ്ലോയീസിന്റെ മുന്നിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. 2015 ചൈനയിലെ നമ്പർ 1 കാർ നിർമ്മാതാക്കളാവും നമ്മൾ. അതേപോലെ 2025 വേൾഡ് ലീഡറാവും. ഈ 2 വാക്കുകളും സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് വാങ് തെളിയിച്ചിരിക്കുന്നു. ഇലക്ട്രിക് കാറുകളിലേക്ക് വാങ് ശ്രദ്ധ തിരിക്കുന്നത് പിന്നീടാണ്. ഇന്റർനാഷണൽ മാർക്കറ്റായിരുന്നു അപ്പോഴും പ്രശ്നം. പലയിടങ്ങളിലും ഓട്ടോ ഷോകളിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ BYDയെ കുറിച്ച് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ, ഭയങ്കര നെഗറ്റീവ് റിവ്യൂകൾ മാത്രം നൽകി. പലരും മസ്കിനെ പോലെ തന്നെ കളിയാക്കി. പലരും BYDക്ക് സ്ട്രോങ് ആയ ഒരു കഥയോ ചരിത്രമോ പോലും ഇല്ല എന്ന് പറഞ്ഞ് തള്ളി. BYDക്ക് സ്ലോഗൻ ഇല്ല എന്ന വിമർശനം വേറെ. വാങ്ങും അക്കാര്യം ആലോചിച്ചു. BYD എന്തായിരിക്കും അതിന്റെ സ്ലോഗൻ? അവസാനം തീരുമാനിച്ചു, ബിൽഡ് യുവർ ഡ്രീംസ്. ആ സ്ലോഗൻ അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അമേരിക്കയ്ക്ക് പോലും സ്വന്തമായി ഒരു ഫുള്ളി ഇലക്ട്രിക് കാർ ഉണ്ടാക്കാൻ കഴിയാതിരിക്കുമ്പോൾ ചൈനയിൽ ഇത് എങ്ങനെയായിരിക്കും എന്ന ആകാംക്ഷയായിരുന്നു പലർക്കും. വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ഒരാളുടെ കണ്ണിൽ ചൈനയിൽ നിന്നെത്തിയ ഇലക്ട്രിക് കാർ പെട്ടു. 2008 ചാർലി മങ്കർ എന്ന അമേരിക്കൻ ബിഗ് ഇൻവെസ്റ്റർ വാങ്ങിനായി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നു. $230 മില്യൺ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേ വർഷമാണ് ടെസ്ല ആദ്യത്തെ ഇലക്ട്രിക് കാർ റോഡ്സ്റ്റർ ലോഞ്ച് ചെയ്യുന്നത്. 2009 BYDയും ആദ്യത്തെ പ്യുവർ ഇലക്ട്രിക് EV E6 ലോഞ്ച് ചെയ്യുന്നു. എന്നാൽ അത് ആരും അത്ര കണ്ട് ഏറ്റെടുത്തില്ല. ക്വാളിറ്റി, ഡിസൈൻ, അങ്ങനെ എല്ലാത്തിലും വിമർശനങ്ങൾ മാത്രമായിരുന്നു.
അപ്പോൾ നമ്മുടെ വാങ് ഒരു പണി ചെയ്തു. അടുത്തുള്ള മേഴ്സിഡസ് ഡീലറുടെ അടുത്തേക്കാണ് അയാൾ നേരെ ചെന്നത്. ഏറ്റവും പുതിയ എസ് ക്ലാസ് കാർ വാങ്ങി നേരെ BYD ഫാക്ടറിയിലേക്ക്. എല്ലാ എഞ്ചിനീയർമാരെയും അവിടെ വിളിച്ചുകൂട്ടി. എന്നിട്ട് കാർ പൊളിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു. അവർ മടിച്ചു നിന്നപ്പോൾ കാർ കീയെടുത്ത് വാങ് തന്നെ അതിൻ്റെ സൈഡിലായി ഒരു സ്ക്രാച്ച് ഉണ്ടാക്കി. ഇപ്പോൾ ഇത് പുതിയതല്ല, പൊളിക്ക്, എന്നിട്ട് അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കുക എന്നായിരുന്നു വാങ് പറഞ്ഞത്. വിപണിയിൽ താഴേക്ക് കൂപ്പുകുത്തുമ്പോഴും ഇൻവെസ്റ്റേഴ്സ് വാങ്ങിനൊപ്പം തന്നെ നിന്നു. മെല്ലെ പിടിച്ചു കയറാൻ തുടങ്ങിയ കാലത്ത് 2016 ഓസ്കാർ വിന്നിംഗ് ആക്ടർ ലിയനാർഡോ ഡികാപ്രിയോ BYD അംബാസിഡറായി. വാങ്ങിന്റെ ആ കോൺഫിഡൻസ് ഒരു പരിധിവരെ വിജയിച്ചു. എന്നാൽ 2017 മുതൽ 2019 വരെയുള്ള കാലത്ത് ചൈന സർക്കാർ EVക്കുള്ള സബ്സിഡി കട്ട് ചെയ്തതോടെ വീണ്ടും പ്രതിസന്ധികൾ ആരംഭിച്ചു. BYDയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞു. ഡാർക്കസ്റ്റ് മൊമെന്റ് എന്നാണ് വാങ് അതിനെ വിശേഷിപ്പിച്ചത്. സർവൈവ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് വാങ് എംപ്ലോയീസിനോട് പറഞ്ഞു. അപ്പോഴേക്കും ടെസ്ല മോഡൽ Y ഇറക്കുകയും ചൈനയിൽ പ്ലാന്റ് ആരംഭിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. ബാറ്ററി മേഖലയിലും പുതിയൊരു കമ്പനി ഉയർന്നു വന്നു. അതോടെ BYD എന്നത്തേക്കാളും താഴേക്ക് പോയി. പിന്നീടാണ് COVID-19 ചൈനയിൽ വ്യാപിക്കുന്നത്. മിക്ക കമ്പനികളും തൊഴിലാളികളെ പിരിച്ചുവിട്ടു. പക്ഷേ വാങ് മാത്രം അത് ചെയ്തില്ല. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയേക്കാൾ തൊഴിലാളികളാണ് തനിക്ക് വലുതെന്ന് വാങ് നിലപാടെടുത്തു. പിന്നീട് വാങ് ചെയ്തത് എന്താണെന്നറിയോ? കമ്പനിയിലെ 3000 എഞ്ചിനീയർമാരെ വിളിച്ചു വരുത്തി മാസ്കും ഹാൻഡ് സാനിറ്റൈസറും ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു. ആ ശ്രമം വിജയമായി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാസ്ക് ഉൽപ്പാദകരായി BYD അക്കാലത്ത് മാറി. പക്ഷെ ആ വിജയത്തിന്റെ അണിയറയിൽ മറ്റു ചിലത് നടക്കുകയായിരുന്നു. അത് ആരും അറിഞ്ഞില്ല. കോവിഡ് മഹാമാരി അവസാനിക്കുമെന്നും അപ്പോൾ എതിരാളികൾക്കും വിമർശിച്ചവർക്കുമായി സർപ്രൈസ് ഒരുക്കി തിരികെ വരുമെന്നും ഉറപ്പിച്ചിരുന്നു വാങ്. ഒരു വശത്ത് മാസ്കും സാനിറ്റൈസറും എല്ലാം ഉണ്ടാക്കുമ്പോഴും BYDയിലെ എഞ്ചിനീയർമാർ BYDക്ക് പുതിയ ഡിസൈൻ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതിനൊപ്പം EV ഇൻഡസ്ട്രിയിൽ സെൻസേഷൻ ആവാൻ പോകുന്ന പുതിയ സ്റ്റാൻഡേർഡുള്ള ബാറ്ററിയും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലിഥിയം അയൺ ഫോസ്ഫേറ്റ് കെമിസ്ട്രി ഉപയോഗിച്ചുള്ള ബാറ്ററി റീമോഡലിംഗ്, ബ്ലേഡ് ബാറ്ററി, സേഫ്റ്റിയും ഡ്യൂറബിലിറ്റി ഉറപ്പാക്കുന്ന ബാറ്ററിയുടെ പ്രൊമോഷൻ വീഡിയോ BYD തന്നെ പുറത്തുവിട്ടു. മറ്റ് കാറുകളുടെ കോപ്പിയല്ലാത്ത മറ്റേത് കാറിനെയും വെല്ലുന്ന ഡിസൈനിലുള്ള കാറുകളും പുറത്തിറങ്ങി. 2020 ആദ്യം പുറത്തിറങ്ങിയത് BYD ഹാൻ. 2020 മുതൽ 25 വരെയുള്ള കാലത്തിനിടയിൽ 5 മില്യണിലധികം കാറുകളാണ് വിറ്റുപോയത്. 3 വർഷത്തിനിടയിൽ മാത്രം 700% വിൽപ്പനയിൽ ഉയർച്ച. അവസാനം ഒരിക്കൽ കളിയാക്കിയ മസ്കിന് പോലും പറയേണ്ടി വന്നു, ഹൈലി കോമ്പറ്റീറ്റീവ്. സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആവുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ, അതിലായിരുന്നു BYDയുടെ ശ്രദ്ധ. ആ ഉദ്ദേശം വിജയം കണ്ടു. പബ്ലിക് ട്രാൻസ്പോർട്ടിനായുള്ള ബസ്സുകൾ, ട്രക്കുകൾ, മോണോ റെയിൽ എന്ന് വേണ്ട BYD ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. 2023 തന്നെ EV ഭീമന്മാരായ ടെസ്ലയെ BYD മറികടന്നു. 2024 കണക്കുകൾ പ്രകാരം BYD 4.27 മില്യൺ വാഹനങ്ങളാണ് വിറ്റത്. ടെസ്ല 18 ലക്ഷത്തിൽ നിൽക്കുന്നു. ടെസ്ല 30 മുതൽ 40% വരെയുള്ള പാർട്സാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ BYD ബാറ്ററി, മോട്ടോർ, സെമി കണ്ടക്ടേഴ്സ് എന്ന് വേണ്ട കാറിന് ആവശ്യമായ 70% പാർട്സും സ്വന്തമായാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ടെസ്ല ഉൾപ്പെടെയുള്ള വമ്പൻ കാറുകളിലെല്ലാം BYD ബാറ്ററിയുമാണ്. 20 പേരുമായി തുടങ്ങിയ കമ്പനിയിൽ ഇന്ന് 9 ലക്ഷം പേരാണ് തൊഴിലാളികൾ. ലാഭം $137 ബില്യൺ. ബിൽഡ് യുവർ ഡ്രീംസ് എന്ന സ്ലോഗൻ അത് തന്റെ അച്ഛന് ട്രിബ്യൂട്ടായി കൂടെയാണ് വാങ് തീരുമാനിച്ചത്. എങ്കിലും അത് ചൈന പോലൊരു രാജ്യത്ത് നിന്ന് വന്ന ലോകത്തെ ശക്തനായി മാറിയ വാങ്ങിന് തന്നെയാണ് യോജിക്കുക. അയാൾ ഇപ്പോഴും സ്വപ്നങ്ങളുടെ പണിപ്പുരയിലാണ്.